നീയുണ്ടു ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. എത്രയോ പ്രാവശ്യമൻ സഹയാത്രികനായി വന്നു, കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേകി. ക്രൂശിലെ നിൻ ത്യാഗമതാ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിൻ ത്യാഗമതാ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. നീയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. നമ്മളുടെ പൊതുസമ്മേളനം ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി മാർത്തോമാ സഭയുടെ സെക്രട്ടറി അധ്യക്ഷത വഹിക്കുന്നതും ഈ യോഗം ഔപചാരികമായി നമ്മളുടെ ഭദ്രാസനാധിപൻ ഡോക്ടർ യുവാക്കി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ പറയാനുള്ളത് മറ്റും
യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ അഭിനന്ദനായ തിരുമേനിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി ജൂബിലിയിലെ ബഹുമാനപ്പെട്ട വിജി മാത്യൂസിൻ്റെ മാതാവ് കർത്താവിൻ്റെ ജൂബിലി സ്തുതിസ്തോത്രങ്ങളുടെ അവസരം കഴിഞ്ഞ 25 വർഷക്കാലം ഈ സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ പ്രിയപ്പെട്ട ജിജി മാത്യൂസ് ഈ സഭ ഒത്തൊരുമിച്ച് സഭ ദൈവത്തിൻ്റെ ശരീരമാണ്. കാലാകാല വിജയത്തിലാണ് സഭയെ ശുശ്രൂഷകളിൽ കലവറക്കാരെയും ഏർപ്പെടക്കാരെയും വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനാൽ പ്രിയപ്പെട്ടവരെ വിളിക്കുന്നു. കുറേ പേർ താങ്കൾ വിളിക്കട്ടെ തങ്ങളെ തന്നെ ആ ശുശ്രൂഷക്കാരെ വിലയിരുത്തി കലകളെ കർത്താവ് ആവശ്യമായ പരിശുദ്ധാത്മാവ് നൽകുന്നത് ശുശ്രൂഷ നിർവഹിക്കാനാണ്. കഴിഞ്ഞ 25 വർഷക്കാലം വളരെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കാൻ പ്രിയപ്പെട്ട വിജയ് മാത്യൂസ് സാധിച്ചു. അണക്കരയിൽ തുടങ്ങിയ ശുശ്രൂഷ അമേരിക്കയിൽ, നോർത്ത് ഇന്ത്യയിൽ, ഇപ്പോൾ കൊട്ടാരക്കരയിൽ ശുശ്രൂഷയ്ക്കായി ദൈവത്തിനാണ് ആക്കിയിരുന്നതെന്ന് വളരെ ദൈവത്തെ ആശ്രയിച്ചു. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നേതൃത്വം നിറവേറ്റി നൽകിയിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു. അച്ഛൻ്റെ ആദ്യത്തെ ഇടപെടൽ അണക്കരയിൽ നിന്ന് പ്രിയപ്പെട്ട വർഗീസാറുടെ അവസ്ഥ അച്ഛൻ്റെ സെൻറ്റർ ഓഫ് മീറ്റിംഗിൽ അഭിനന്ദന അന്തരീക്ഷത്തിൽ ആ സെൻറ്റർ ഓഫ് മീറ്റിംഗിനെ കുറിച്ച് അഭിനന്ദന അന്തരീക്ഷത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇടവക മാത്രമായി വലിയമായി നിലവിളിച്ച് ഞാനില്ല. അങ്ങനെയാണ് അണക്കരയിൽ അതിൻ്റെ അർത്ഥം അവരുടെ ചെറുതുന്നതമായ ആവശ്യം അവരോട് ശുശ്രൂഷ നിർവഹിക്കാൻ ഇടയായിത്തീർന്നു എന്നുള്ളതുകൊണ്ടാണ് യാത്ര. ആ മനോഭാവം ഇന്നുവരെ തുടരുവാൻ സാധിച്ചു. ഈ ഭദ്രാസനം രൂപീകൃതമാകുമ്പോൾ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറിയായി ബിഷപ്പ് സെക്രട്ടറിയായി ഇടവകയുടെ ചുമതലയോടൊപ്പം തന്നെ നിയമിച്ചു. വളരെ നേതൃത്വഭാവം അന്നാളൊക്കെ അദ്ദേഹം കാണിച്ചതിൻ്റെ ഫലമായി കൂടെയാണ് ഇന്ന് കാണുന്ന ഭദ്രാസന വളർന്നത്. വളരെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷതകളെക്കുറിച്ച് എന്നേക്കാൾ അറിയാൻ പറ്റുന്നതുകൊണ്ട് ഞാനത് ശ്രമിക്കുന്നു. ഒരു പട്ടക്കാരൻ്റെ ഉത്തരവാദിത്വം പട്ടക്കാരനെ കുറിച്ച് പറയുന്നത് മാലാഖമാർക്ക് അസൂയയോട് ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്. തിന്മേശയുടെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്ന. ഒരു മനുഷ്യായുസ് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും വലിയ അംഗീകാരവും പദവിയുമാണ് തിരുമേശ ശുശ്രൂഷയുമാണ് സംബന്ധിക്കുന്നത്. ഒരുപക്ഷെ ആ പ്രസ്താവനയോട് യോജിപ്പുള്ളവർ ധാരാളമാണ്. മറ്റേ ശുശ്രൂഷകളൊന്നും
അപ്രധാനമാണ് എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. എന്നാൽ ഏത് ശുശ്രൂഷകളാണ് ഏറ്റവും അഭികാമ്യമാണ് ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ കർത്താവ് സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷിക്കാനായിട്ട് അവസരം ലഭിക്കേണ്ടതും കൂടെ ഓർക്കുമ്പോൾ ശുശ്രൂഷ മഹത്വപ്പെടുന്നു. നമ്മുടെ അച്ഛനെ പട്ടക്കാരെന്ന് വിളിക്കും, അച്ഛനെന്ന് വിളിക്കും, പുരോഹിതനെന്ന് വിളിക്കും. ഇതിനൊക്കെ ഒരുപാട് പേരുകൾ. ഇതിനൊക്കെ തന്നെ വളരെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. അച്ഛൻ ഒരു ഇടവയുടെ പിതാവ്. തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ ഇടക ശുശ്രൂഷ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഉണ്ടാകുന്നത്. ഒരമ്മയെപ്പോലെ ആർദ്രതയുള്ളവർ, അപ്പനെപ്പോലെ ഉപദേശിക്കുന്നവരും ശിക്ഷിക്കുന്നവരും പ്രബോധിപ്പിക്കുന്നവരുമാണ്. ഇത് വളരെ രസകരമായ പ്രസ്താവന. പട്ടക്കാരൻ്റെ പിതാവ് മുൻപേ പുരോഹിതനാണ്, മുൻപേ ലഭിക്കുന്നതാണ്, ഇടയനാണ്, ആടിനെ സൂക്ഷിച്ച് പരിപാലിക്കുക, ആവശ്യാനുസരണം ഭക്ഷണം കൊടുക്കുകയും ആവശ്യാനുസരണം വെള്ളം നൽകുകയും ആവശ്യാനുസരണം റെസ്റ്റ് കൊടുക്കുകയും ചെയ്യാൻ ഇന്ത്യയിലെത്തുന്നതാണ്. പേർച്ചൊല്ലി ആടുകളെ പിടിക്കുന്നതാണ്. ആടുകൾ ഇടയനെ അറിയുകയും ഇടയൻ ആടുകളെ അറിയുകയും ചെയ്യുന്നു. ഈ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. അച്ഛൻ്റെ മാതാവിനെ ഒരുപക്ഷെ ആ മാതാവിനെ അടുത്തറിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു മകനല്ലാതെ വേറെ എങ്ങനെ അമ്മയ്ക്ക് പ്രസവിക്കാൻ ഒക്കും? അത്രമാത്രം സഭയോട്, സഭാനാഥനോട് ക്രൂറും സ്നേഹവും അച്ഛൻ്റെ കുടുംബം അച്ഛനോടൊപ്പം നിന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ ലഭിക്കാൻ ദൈവം അച്ഛന് ഭാഗ്യം കൊടുത്ത് കൊച്ചുമയിൽ മക്കളെ കരുതിയിരിക്കുന്നു എന്നത് എല്ലായ്പ്പോഴും അഭിമാനമാണ്. അച്ഛനും കൊച്ചമ്മയും ഒത്തൊരുമിച്ച് അനുഗ്രഹീതമായ നേതൃത്വം ആ വിധത്തിലുള്ള മക്കളെ അല്ലാതെ സഭയ്ക്ക് സമൂഹത്തിൽ കൊണ്ടുപോകാൻ അത്രമാത്രം അനുഗ്രഹീതമായ ശുശ്രൂഷ ലഭിക്കാൻ കർത്താവ് ഒരു മക്കളെ ഉപയോഗിക്കുന്നു. 25 വർഷക്കാലം എത്രയോ അനുഗ്രഹീതമായ ശുശ്രൂഷ ലഭിച്ചു. ശിഷ്ടമുള്ള ആയുസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, വലിയ പരിപാലനങ്ങൾ സഭയിൽ നിർവഹിക്കുന്നു. ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ട അച്ഛനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ജൂബിലി സമയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെ നാം ഉദ്ഘാടനം ചെയ്തു.
മുനിസിപ്പൽ കൗൺസിലർ, മറ്റ് വിശ്വാസ സമൂഹങ്ങൾ, ജൂബിലേറിയൻ ടിജി മാത്യൂസ് അച്ഛന് സഭയുടെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും പങ്കുചേരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കട്ടെ. അച്ഛൻ മാർത്തോമാ ചർച്ച് ഓഫ് ഡയാലിസിസ് ശുശ്രൂഷ ചെയ്യുന്ന കാലം എനിക്ക് ആ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കാൻ അവസരം ലഭിച്ചു. അച്ഛൻ അന്ന് ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അച്ഛനെ ഹൃദയത്തിലേക്കിയത് തിരുവേനി മുൻപ് മറ്റൊരു ഇടവകയിൽ അങ്ങനെ അച്ഛന് ആയിരിക്കാനിടയായതിനെക്കുറിച്ച് ഓർത്തതുപോലെ ഇത് ഞാൻ ഓർക്കുന്നു. ഒരു ഇടവക പട്ടക്കാരൻ എന്നുള്ള നിലയിൽ ഹി വാസ് വെൽ അക്സെപ്റ്റഡ്. അന്ന് അവിടെ 2 ഇടവകൾ തമ്മിലുള്ള വിഭജനവും അതേ തുടർന്ന് ആ ഇടവകൾ തമ്മിൽ നിലനിന്ന ചില വൈഷമ്യങ്ങളും അതിൻ്റെ മധ്യത്തിലൊക്കെ വളരെ നിഷ്പക്ഷമായിട്ടൊക്കെ അച്ഛന് നിൽക്കാൻ ഇടയായത് ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ജൂബിലി തിരുമേനി ഓർമ്മിച്ചതുപോലെ എപ്പോഴും സ്തോത്രത്തിൻ്റെയും പുനരർപ്പണത്തിൻ്റെയും എനിക്ക് വേദപുസ്തകത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് വായിക്കുമ്പോൾ ഏറ്റവും അതെന്നെ പ്രചോദിപ്പിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലെ വായനയിലാണ്. അതിങ്ങനെയാണ്: ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പ്രാർത്ഥന ചെയ്യാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. പ്രാർത്ഥിക്കുന്ന വഴി ഉപദേശിക്കുന്ന പുരോഹിതൻ. കഴിഞ്ഞ 25 സംവത്സരം ജിജി അച്ഛന് അങ്ങനെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവാവസരവും ഭാഗ്യവുമാണ്. അത് വലിയൊരു അഭിമാനമാണ്, നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാണ്. നമുക്ക് തുടർന്ന് അച്ഛൻ്റെ ശുശ്രൂഷ തിരുസഭയ്ക്കും തുടർന്ന് സമൂഹത്തിനും ദൈവരാജ്യ വർദ്ധനയ്ക്കും ഒക്കെ ആയിത്തീരാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. കൊച്ചനെയും കുഞ്ഞുങ്ങളെയും അച്ഛൻ്റെ പ്രിയ മാതാവിനെയും അച്ഛൻ്റെ മാതുലൻ പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനും എല്ലാവർക്കും ഇത് അഭിമാന മുഹൂർത്തമാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അച്ഛന് എല്ലാ ഭാവുകങ്ങളും തുടർന്നും ആശംസിക്കുന്നു. എനിക്ക് 11 മണിക്ക് ആനിക്കാട് സെൻറ് തോമസ് പള്ളിയിൽ ഇതുപോലെ ഒരു ഫംഗ്ഷനിൽ സംബന്ധിക്കേണ്ടതുണ്ട്. തിരുമേനി എനിക്ക് പോകാൻ അനുവാദം തന്നിട്ടുണ്ട്. നിങ്ങൾ ദയവായി അത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇപ്പം ചെറിയാനച്ഛൻ എനിക്ക് വേണ്ടി തുടർന്ന് അധ്യക്ഷവേദി അലങ്കരിക്കും. കൊട്ടാരക്കര 18 ജൂൺ 2016. ഈ മമന്തം ബഹുമാനപ്പെട്ട അച്ഛന് കൊടുക്കാൻ വേണ്ടി ബഹുമാന സർവാധീനായ തിരുമേനിയെ ക്ഷണിച്ചു. ഇപ്പോൾ ഇടവേക്ക് വേണ്ടി അഭിനന്ദ തിരുമേനിയും ശ്രീ ഇ കുഞ്ഞുട്ടി സാറും ചേർന്ന് വികാരിയെ പൊന്നാട അണിയിക്കുന്നതാണ്.
റെവറൻ ജിജി മാത്യൂസ് ഓർഡിനേഷൻ ജൂബിലി എൻഡോൺമെന്റ് ഏൽക്കുന്നതിനായി 1,00,000 രൂപ തിരുമേനിയെ ഏൽപ്പിക്കുന്നതിനും അഭിനന്ദ തിരുമേനിയിൽ നിന്നും അത് ഇടവക കോ ട്രസ്റ്റി ശ്രീ ജോസഫ് അലക്സാണ്ടർ സർ അത് ഏറ്റുവാങ്ങുന്നതുമാണ്. ഇപ്പോൾ ജൂബിലി കേക്ക് കട്ട് ചെയ്യുന്ന സെറമണി നടക്കുന്നതിനാണ്. ക്രമീകരണങ്ങൾക്ക് വേണ്ടി ശ്രീമതി കുഞ്ഞുമോൾ പാപ്പച്ചനെയും ശ്രീമതി സൂസമ്മ ചാക്കോയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസിഡന്റായി നേതൃത്വം നൽകുന്ന സെന്റർ യുവൻ സഖ്യത്തിനു വേണ്ടി സെന്റർ സെക്രട്ടറി ഉപഹാരം സമർപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പഠന ശുശ്രൂഷയിൽ 25 വർഷം പിന്നിടുന്ന ഞങ്ങളുടെ കൊട്ടാരക്കര വെസ്റ്റ് സെൻട്രൽ മർത്തോമ യുവൻ സഖ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജിജി മാത്യൂസ് അച്ഛന് എല്ലാവിധമായ പ്രാർത്ഥനാപരമായ എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇനി ആയിരിക്കുന്ന എല്ലാ മേളിലും ദൈവം അച്ഛനെടുത്ത് ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കൊട്ടാരക്കര വെസ്റ്റ് സെൻറ്ററിൻ്റെ ഒരു മൊമെൻറ്റോ അച്ഛനിപ്പോൾ നൽകുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛൻ, റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ പ്രിയ സ്നേഹിതരെ. Promises may get friends, but it is the performance that keeps them. വാഗ്ദത്തങ്ങളിലൂടെ സ്നേഹിതരെ നമുക്കുണ്ടാക്കാമായിരിക്കും, എന്നാൽ ജീവിതത്തിലൂടെ മാത്രമേ അവരെ നിലനിർത്തുവാൻ സാധിക്കൂ. ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛൻ്റെ ജീവിതവും മാതൃകയും അതിശയിക്കത്തക്കതാണ്. അച്ഛൻ്റെ പൗരോഹിത ജീവിതത്തിൻ്റെ നന്മ അനേകർ നുകർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നവഭദ്രാസനമായ ഭദ്രാസനവും അതിലെ വിശ്വാസ ജനവും അത് നല്ലതുപോലെ അനുഭവിച്ചറിഞ്ഞവരാണ്. നേരത്തെ അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും അച്ഛനെ അടുത്ത് അറിയുന്നത് കൊട്ടാരക്കരയിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ആദ്യത്തെ അച്ഛനെക്കുറിച്ചുള്ള ഇംപ്രഷൻ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ സാരഥി, വളരെ കേമനായ ഗാംഭീര്യമുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ്. മിടുക്കനായ ബഹുമാനപ്പെട്ട അച്ഛൻ, ഗാംഭീര്യമുള്ള ശബ്ദം, നല്ല തലയെടുപ്പ്, ആധികാരികതയോടുകൂടി സംസാരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം അച്ഛൻ്റെ വ്യക്തിത്വത്തെ പ്രചോദിപ്പിച്ചു. ഭദ്രാസനത്തിനും സഭയ്ക്കും നേതൃത്വം നൽകുവാൻ പല ഗുണങ്ങളിലും അച്ഛൻ സമ്മേളിക്കുന്നു. ഒരു നല്ല വ്യക്തി ആയി, ഒരു നല്ല അച്ഛനായി എല്ലാവരോടും പെരുമാറുവാനുള്ള കഴിവ്. അടുത്തറിഞ്ഞപ്പോൾ അച്ഛൻ്റെ പല നല്ല ഗുണങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചു. ജനഹൃദയത്തെ വായിപ്പാനുള്ള അസാമാന്യമായ കഴിവ്, അതനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള അച്ഛൻ്റെ കഴിവ്, ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഉള്ള അച്ഛൻ്റെ ജ്ഞാനം, കൗൺസിലിങ്ങിലുള്ള അച്ഛൻ്റെ ജ്ഞാനം, ഇത് നല്ലതുപോലെ ഉപയോഗിക്കാനുള്ള അച്ഛൻ്റെ കഴിവ്, അച്ഛൻ്റെ ഊഷ്മളമായ പെരുമാറ്റം, വ്യക്തിബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കാനുള്ള അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ അടുത്ത് കാണുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും അച്ചു എന്ന് വിളിക്കുന്ന വിളി കേൾക്കാൻ തന്നെ എന്തൊരു മധുരമാണ്. വാസ്തവത്തിൽ എപ്പോഴും സ്നേഹബന്ധം കീപ്പ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, ആർക്കും സ്നേഹിക്കാൻ തോന്നുന്ന ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛൻ, അതുതന്നെയുമെല്ലാം ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല അച്ഛൻ, സ്നേഹമുള്ള ഒരു കുടുംബം. ബഹുമാനിയായ ബിന്ദു കൊച്ചമ്മ, അമൃത, അർപ്പിത, അമല, ഈ സ്നേഹവരിയ കുടുംബം അച്ഛൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ 25 വർഷം അച്ഛനിൽ നിന്ന് ലഭിച്ച, സഭയ്ക്ക് ലഭിച്ച, സമൂഹത്തിന് ലഭിച്ച, ഈ ഭദ്രാസനത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇനിയും അനേക വർഷങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന വിശ്വാസം എനിക്കുണ്ട്. മാർത്തോമാ സഭയിലെ സഭാ സെക്രട്ടറിയായി, വികാരി ജനറലായി അച്ഛൻ ശോഭിക്കും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. എല്ലാ ആശംസകളും ബഹുമാനപ്പെട്ട അച്ഛന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഭദ്രാസന ട്രഷറർ അഡ്വക്കേറ്റ് മാത്യൂസ് കേലു ഇപ്പോൾ സംസാരിക്കും. കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ ബഹുമാനായ സെക്രട്ടറി ചെറിയാനച്ഛൻ, ഇന്നത്തെ നമ്മുടെ ജൂബിലറിയിൽ ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ്, ഏറ്റവും നന്ദിരായ അച്ഛന്മാരെ, സഭാ കൗൺസിൽ അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട ഷാജു, മുനിസിപ്പൽ കൗൺസിൽ അംഗം കൂടിയായിരിക്കുന്ന അജീകരിക്കൽ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, സഹോദര ഇടവകളിൽ നിന്നും സഭയിൽ നിന്നും വരുന്ന സ്നേഹിതരെ, സ്നേഹമുള്ള കൊട്ടാരക്കര ഇടവകയുടെ സഹോദരങ്ങൾ, കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ ആത്മായ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനം ഒരു പുതു ഭദ്രാസനം ഇവിടെ ആരംഭിക്കുമ്പോൾ അഭിവാഹിത പുനലൂർ കൊല്ലം പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ അവസാനത്തെ ഭദ്രാസന സെക്രട്ടറിയായി, തുടർന്ന് പുതിയ ഭദ്രാസനത്തിൻ്റെ പ്രാരംഭ സെക്രട്ടറിയായി വളരെ സുദീർഘമായ നിലയിൽ പ്രവർത്തിച്ച ജിജി മാത്യൂസിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഒരു ഭദ്രാസനം വിഭജിക്കപ്പെടുമ്പോൾ, ഒരു പുതിയ ഭദ്രാസനം തുടക്കം കുറിക്കുമ്പോൾ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ചുമതലകൾ എത്ര അധികമാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ രംഗങ്ങളിലൊക്കെ
സുദീർഘമായ നിലയിൽ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്നതിന് ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു പട്ടക്കാരന്റെ പ്രവർത്തനം ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എത്ര അധികം മഹത്തരമാണ് എന്ന് തിരിച്ചറിയുന്നത് ആ പ്രദേശത്ത് അച്ഛനിലൂടെ ലഭിക്കുന്ന സേവനങ്ങളും കരുതലുകളും സമാജങ്ങളും സമൂഹവും അനുഭവിച്ച് പുറത്ത് പറയുമ്പോഴാണ്. കൊട്ടാരക്കര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭദ്രാസനത്തിന്റെ കത്തീഡ്രൽ ചർച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടാരക്കര മാർത്തോമായിടാവ് നിർണായക ഘട്ടത്തിൽ ആ ഇടവകയുടെ വികാരിയായി സേവിക്കുന്ന അച്ഛൻ ഭദ്രാസനം മുഴുവനും ഈ സമൂഹം മുഴുവനും ആ സമയത്ത് അവിടെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും സെമിനാരിൽ നിന്നും പഠിക്കുന്ന തിയോളജിയും ഐഡിയോളജിയും ഒക്കെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പലയിടത്തും അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും വൈദിക ശ്രേഷ്ഠരുടെ പ്രവർത്തനങ്ങളിൽ പരാജയം സംഭവിക്കുവാനിടയുള്ളത്. അത് വളരെ മുൻകൂട്ടി അറിയാവുന്ന ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റിന്റെയും ആനുകാലികതയുടെയും അടിസ്ഥാനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുവാനും ലഭിച്ചിട്ടുള്ള അറിവുകളും കഴിവുകളും അതിനനുസരിച്ച് രൂപീകരിച്ചുകൊണ്ട് ഇടവചനങ്ങളെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള സമൂഹത്തിനെ ബോധവൽക്കരിക്കുവാനും ബഹുമാനപ്പെട്ട അച്ഛൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അച്ഛൻ്റെ ഈ പ്രദേശത്തെ പ്രവർത്തന വിജയത്തിൻ്റെ മുഖ്യ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ്റെ ആകമാനമുള്ള പ്രകൃതി, അത് ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും ഒക്കെ തന്നെ ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഒരു വലിയ ശാരീരിക പ്രകൃതി തന്നെയാണ്. അച്ഛന് മുമ്പിൽ ഒരു ആവശ്യവുമായി വരുന്ന അല്ലെങ്കിൽ അച്ഛനെടുക്കുന്ന ഒരു നിലപാടുകൾ അത് മുൻവിധിയോടെ ഒരിക്കലും അച്ഛനെടുക്കാറില്ല എന്ന് ഞാൻ ധരിക്കുകയാണ് കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ. അതാത് പ്രശ്നങ്ങളെ അതാത് സമയത്ത് വേണ്ടതിൽ പഠിക്കുകയും അത് പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് അച്ഛൻ വളരെ ക്രിയാത്മകമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതി അച്ഛനുണ്ട്. അത്തരത്തിലും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അച്ഛൻ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, അച്ഛൻ്റെ കുടുംബമായി കൊച്ചമ്മയും കുഞ്ഞുങ്ങളും. ഭദ്രാസന ട്രഷറർ എന്നുള്ളത് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പ്രവർത്തന മേഖല മാർത്തോമാ സഭയിലെ സൺഡേ സ്കൂളാണ് പ്രധാനമായി. ബഹുമാനപ്പെട്ട കൊച്ചമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും സേവനങ്ങൾ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഞാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഭദ്രാസനത്തിൻ്റെ മാത്രമല്ല സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ തന്നെ ഏറ്റവും പ്രഗത്ഭയായ റിസോഴ്സ് പേഴ്സണാണ് ബഹുമാനപ്പെട്ട സ്നേഹമുള്ള കൊച്ചമ്മ. അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ സഹകരണം എടുത്തു പറയത്തക്കതാണ്. അച്ഛൻ്റെ വിജയത്തിന് പിന്നിൽ ഈ കൊച്ചമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും അമിതമായ സ്വാധീനം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ കുടുംബമായി മാർത്തോമാ സഭയെ സേവിക്കുന്നതിലൂടെ അത് ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് ലഭിച്ചതിലൂടെ ഈ പ്രദേശം അനുഗ്രഹീതമായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ അവസാന അഭിവിജ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലും കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലും ദൈവം വളരെ അത്ഭുതകരമായി ജിജി അച്ഛനിലൂടെ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു. അതിൻ്റെ അനുഗ്രഹം നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛനിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹീതമായ നേതൃത്വത്തിനും നമ്മൾ പൂർണ്ണമായും അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛനെ ആ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ലഭ്യമാക്കിയ അതുല്യനായ ദൈവത്തോടും സഭയുടെ സിനഡിനോടുമൊക്കെ നാം കടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛനോട് ലഭിച്ച എല്ലാ നന്മകൾക്കും കരുതലിനും സ്നേഹത്തിനും ഈ ഭദ്രാസനത്തിലുള്ള എല്ലാ ആത്മായ പ്രതി എന്നുള്ള നിലയിൽ എല്ലാവരുടെയും പേരിൽ കടപ്പാടും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും പൂർണ്ണ ആയുരാരോഗ്യത്തോടു കൂടി അതുല്യമായ ദൈവവിശ്വാസത്തോടു കൂടി ഈ പ്രദേശത്തെ ജനങ്ങളെ മാർത്തോമാ സഭ ആകമാനം നയിക്കുവാൻ അച്ഛന് ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്തരത്തിൽ അവസരം തന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഈ സമയത്ത് അവസാനിപ്പിക്കും.
ആശംസാ പ്രസംഗത്തിനായി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഷാജു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച കൂടിയായ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധതയെ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന 25 വർഷം വൈദിക പൂർത്തീകരിച്ച അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാർട്ടിസ്കേജോ, ഏറ്റവും അറിയുന്നവരുടെ പ്രിയപ്പെട്ട വിട്ടു മറ്റു വേദിയിലേക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഈ സമയവുമായി ബന്ധപ്പെട്ട അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സന്തോഷം കൊട്ടാരക്കര ഒരു ചെറിയ പൊതുപ്രവർത്തകരായി കണ്ടുവരികയും ഈ പള്ളിയുടെ അടുത്ത് തന്നെ താമസിക്കാൻ കഴിയുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഈ വിശുദ്ധമായ ദേവാലയത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് 2 വാക്ക് പറയുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. എങ്കിലും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ദൈവത്തിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കൊട്ടാരക്കര മാത്രമോ പഠിച്ചതുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നന്മ തരുന്ന നല്ല പ്രവർത്തനങ്ങളാണ് മുമ്പും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് 25 വർഷം വൈദികർക്ക് പൂർത്തിയാക്കിയ തിരിച്ചായാണ്. തിരിച്ചായ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കൊട്ടാരക്കര നഗരസഭ 6 മാസങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിനുശേഷം കൊട്ടാരക്കര മുനിസിപ്പൽ വൈസ് ചെയർമാനായി എന്നെ തീരുമാനിക്കുകയും ചെയ്ത അന്ന് തന്നെ ഇങ്ങനെ ആദ്യം ഓടിയെത്തിയത് ഈ പള്ളിയിൽ തിരിച്ചാലെ കാണാൻ കഴിയും. അച്ഛൻ ഓർമ്മയുള്ള എനിക്കറിയാം, ഓർമ്മ കാണുന്നതിനാണ് വിശ്വാസം. ഞങ്ങൾ അയ്യത്ത് ഈ പള്ളിയിൽ വന്നിട്ട് അച്ഛൻ്റെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് പോവുകയും എനിക്കിങ്ങനെ മുനിസിപ്പൽ വൈസ് ചെയർമാനാകാൻ തീരുമാനിച്ചുകൊണ്ട് അച്ഛൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പോവുകയും അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹത്തോടു കൂടി ഒരു സഹോദരനെ പോലെ ആ വീട്ടിൽ കയറ്റിയിരുത്തി എനിക്ക് ഭക്ഷണം തന്നിട്ട് അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല പ്രവർത്തനം നടത്തണം എന്നൊക്കെ നല്ല നിലയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആ ഒരു അത്രയും കൈകാര്യവും അനുഭവമുള്ള ഒരു അച്ഛനാണ് അദ്ദേഹം. ഒരു നല്ല സംഘാടകനാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള കവാടം പൂർത്തീകരിക്കാനും പണികരിപ്പിക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മർത്തോമാ പള്ളി ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കവാടം വന്നതിന് ശേഷമാണ്. അപ്പോൾ അത്രത്തോളം നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അത് പള്ളികൾ മാത്രമായി എല്ലാ സമൂഹങ്ങളും എല്ലാ നിലയിലുള്ള ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവിധമായ ജനങ്ങളെയും അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സംഘാടന മികവാണെന്ന് നമ്മൾ കണ്ടാൽ. കാരണം നമുക്കറിയാം ഏറ്റവും മുമ്പിൽ മുസ്ലിം പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് ഗണപതി ക്ഷേത്രമുണ്ട്. പ്രത്യേകിച്ച് നല്ല നിലയിൽ മതേതരത്വം കാത്തു സംരക്ഷിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വൈദികനപ്പുറം നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആയിരിക്കുകയാണ്. പലപ്പോഴും ഞാനൊരു വോളിബോൾ പ്ലെയറായിരുന്നു. 14 സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് 1 മുതൽ 10ാം ക്ലാസ് വരെ കോളേജ് വിദ്യാഭ്യാസം കോളേജിലാണ് പൂർത്തിയാക്കുന്നത്. അവിടെ ഞാൻ വോളിബോൾ പ്ലെയറായിരുന്നു. ഞങ്ങളവിടെ എല്ലാവരും 2 സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ രൂപം എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ വോളിബോൾ പ്ലെയർ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും ഒരു വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു. ജിമ്മി ജോർജിന്റെ അതേ ജിമ്മി ജോർജിന്റെ ഭാഗമാണ്. ജിമ്മി ജോർജിന്റെ കായിക പ്രതിഭയുടെ ദുഃഖമാണ്. അദ്ദേഹം നല്ല സരസമായ നിലയിൽ നല്ല നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒരു വൈദികൻ 25 വർഷം ആ വൈദിക വൃത്തി പൂർത്തിയാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ദൈവത്തിന് അനുകൂലമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ ആ പ്രവർത്തനം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുന്നവരാണ്
വിജയിച്ചാൽ ഉപയോഗിച്ചു എന്നതാണ് എൻ്റെ വിശ്വാസം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇത് സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലവരുടെ ഇത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കാരം. Municipal Councillor Sri Koshi K. John. നമ്മുടെ കൊട്ടാരക്കര മൊത്തം പള്ളിയിൽ ആയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. 25ാം വാർഷികം ആഘോഷിക്കുന്ന അച്ഛന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒരു വൈദ്യൻ ഉണ്ടാവുന്നത് ഒരു PSC പരീക്ഷ എഴുതിയൊന്നുമല്ല, ഒരു സർക്കാർ ഉദ്യോഗം നൽകുന്നത് പോലെ അല്ല ഒരു വൈദ്യൻ ഉണ്ടാവുന്നത്. തന്റെ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു വൈദികൻ രൂപാന്തരം പ്രാപിക്കുന്നത്. അതുപോലെ എത്രയോ നാളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മുടെ ജിഗേച്ചൻ ഒരു വൈദികനായി മാറിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച അച്ഛൻ്റെ മാതാപിതാക്കളോട്, പിതാവ്, സൺഡേ സ്കൂൾ അധ്യാപകർ, മറ്റ് സമൂഹത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം നിരന്തരമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് അച്ഛൻ വൈദികനായി രൂപാന്തരം പ്രാപിച്ചത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഭവത്തിന്റെ സമയമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് നിന്നത് അച്ഛൻ്റെയും മക്കളുമാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. തൻ്റെ ഇടവക ജനങ്ങളെല്ലാം വളരെ ഒരുപോലെ കാണുന്നതിന് പാവപ്പെട്ടവർക്ക് പണക്കാർക്കോ യാതൊരു വ്യത്യാസവുമില്ലാതെ അച്ഛൻ കാണുകയും എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നതിനൊക്കെ അച്ഛന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പൗരോഹിത്യത്തിൽ 25ാം വർഷം പൂർത്തിയാക്കുന്ന അച്ഛന് എല്ലാവരും ആശംസകളും നേരുന്നു. അച്ഛന് തുടർന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ പ്രവർത്തിച്ചിരുന്ന ആശാഭവനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റവറൻഡ് ജോജി കെ മാത്യു. ഈ യോഗത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഭദ്രാസന സെക്രട്ടറിമാരാണ് അച്ഛൻ. ഇന്നത്തെ ഏറ്റവും ഞങ്ങളേറെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഞങ്ങളുടെ താരം ജിജി മാത്യൂസ് അച്ഛൻ, പേരിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള ദൈവവചനം, പൗരോഹിത്യ ശുശ്രൂഷയിൽ 4 നൂറ്റാണ്ട് പൂർത്തീകരിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്കെല്ലാം അച്ഛനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഒരവസരം ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2001 മുതൽ 2005 വരെ 4 വർഷം ഏറ്റവും സുവർണമായ കാലഘട്ടമാക്കി ആശാഭവനെ അനുഗ്രഹീതമായി നയിച്ചതിന് നന്ദി. അച്ഛൻ്റെ മനസ്സും അച്ഛൻ്റെ പ്രവർത്തനവും ഒന്നിച്ചു ചേർന്നപ്പോൾ ആശാഭവൻ വളരെ ഡെവലപ്മെൻറ്റിലേക്ക്, ഉയർച്ചയിലേക്ക് വരികയായിരുന്നു. ആ 4 വർഷക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹം, കരുതൽ, കൊച്ചു കുഞ്ഞുങ്ങളായി വന്നവർ കാലിനും കൈക്കുമൊക്കെ സ്വാധീനം കുറഞ്ഞു എന്ന് ലോകം കാണുമ്പോൾ അതിനപ്പുറത്ത് തങ്ങൾ എത്തേണ്ടുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ അവരെ സഹായിക്കാൻ വളരെ ഉയരമുള്ള ഒരച്ഛനെ ദൈവം അയച്ചു. കാഴ്ചയിലും മനസ്സിലും ആ ഉയരം ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും
ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ ഭാഗമായി തീർന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇനിയും അനേകം ഉയരങ്ങളിലേക്ക് അച്ഛൻ്റെ ശുശ്രൂഷ ഈ 4 നൂറ്റാണ്ടിൽ നിന്ന് ഇനിയും 1/2 നൂറ്റാണ്ടിലേക്കും അതിനപ്പുറത്തേക്കുമൊക്കെ പോകാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശാഭവനോടൊപ്പം ബഥേൽ മാർത്തോമ്മ ഇടവക പിടവും വളരെ ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് വരുവാൻ, ഉയർത്തുവാൻ അച്ഛൻ കാണിച്ച താല്പര്യം, ഒരു നല്ല ഇടയൻ്റെ ചാതുര്യം പ്രിയപ്പെട്ട അച്ഛന് ദൈവം കൊടുത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാവിനോടൊപ്പം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയോടൊപ്പം ആശാഭവനും ബഥേൽ മാർത്തോമ്മ ഇടവകയും ചേരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛന് എല്ലാ ആശംസകളും പെടവൂർ ആശാഭവൻ്റെ പേര്, ഞങ്ങളുടെ 67 കുഞ്ഞുങ്ങളുടെ പേര്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റാഫിൻ്റെ പേര്, പ്രവർത്തനത്തിലായിരിക്കുന്ന എല്ലാവരുടെയും പേര്, ബഥേൽ മാർത്തോമ്മ ഇടവകയുടെ പേര് പ്രത്യേകമായി പുതിയ വർഷങ്ങൾ അനുഗ്രഹമാകട്ടെ. അനേകം ആളുകൾക്ക് ദൈവത്തിൻ്റെ ദിവ്യമായ ശുശ്രൂഷ പകർന്നു കൊടുക്കുക. ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ട അച്ഛനെ, അച്ഛൻ്റെ ഉയരത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ കൂടുതൽ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആശാഭവൻ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്ന് പ്രിയപ്പെട്ട അച്ഛന് ഒരു ഗിഫ്റ്റ് സമർപ്പിക്കും. അതിനുശേഷം ബഥേൽ മാർത്തോമ്മ ഇടവകയിലെ ട്രസ്റ്റിയും സെക്രട്ടറിയും മുമ്പോട്ട് വരണം. കുഞ്ഞുങ്ങളും സ്റ്റാഫ് എല്ലാവരും മുമ്പോട്ട് വരാം. ബഹുമാനപ്പെട്ട ബിനോജ് വർഗീസ് അച്ഛൻ. ഈ നല്ല ദിവസം പ്രൗഢഗംഭീരമായ സദസ്സിൽ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇപ്പൻ ചെറിയാനച്ചൻ, ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ധാരമായിരിക്കുന്ന പ്രിയ ജിജി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, കടന്നു വന്നിരിക്കുന്ന ഇടവാങ്ങളുടെ ദൈവമക്കളെ, ഏറ്റവും സന്തോഷത്തോടുകൂടെ പ്രിയ ജിജി അച്ഛൻ്റെ ജൂബിലി സമ്മേളനത്തിൽ ആശംസ നൽകുവാനായിട്ട് അച്ഛൻ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അഞ്ചൽ ജെറുസലേം മാർത്തോമ്മ ഇടവകയെ പ്രതികരിച്ച് ഇവിടെ നിൽക്കുവാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ആദ്യമേ തന്നെ ഇതിന് അവസരം തന്ന കൊട്ടാരക്കര മാർത്തോമ്മ ഇടവകളോട് ഇതിൻ്റെ ചുമതലക്കാരോടുള്ള സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. പ്രിയ ജിജി അച്ഛനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ആളുകൾ പറഞ്ഞു. എന്തു പറഞ്ഞാലും അത് അച്ഛനാണ് എന്നുള്ളതിന് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഉത്തരം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഈ ചുരുങ്ങിയ സമയത്ത് പറയാനായിട്ടുള്ളൂ. വേദപുസ്തകത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആളുടെ ഒരു കാര്യം, അവൻ നന്മ ചെയ്തുകൊണ്ട് ദേശത്ത് സഞ്ചരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു പ്രിയ ജിജി അച്ഛൻ അതുതന്നെയാണ്. നന്മ ചെയ്തുകൊണ്ട് ഈ അച്ഛനായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഈ ദേശങ്ങളിൽ എല്ലാം സഞ്ചരിച്ച് നിലനിൽക്കുവാനായിട്ട് അച്ഛനെ കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കണ്ണങ്കോട്ട് ജെറുസലേം മാർത്തോമ്മ ഇടവകയിൽ പ്രിയ അച്ഛൻ്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരുന്നു. അവിടെയുള്ള അച്ഛൻ അവിടെ വന്നപ്പോഴാണ് മനോഹരമായൊരു ദേവാലയം പണിതുകൊടുത്തത്. അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇടവാങ്ങൾ പറയുന്നത് ആ ദേവാലയത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത്
കയറിയത് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കുരിശിൻ്റെ മേലാണെങ്കിൽ കുരിശിൻ്റെ മേലിൽ എവിടെ വേണമെങ്കിലും കയറുവാനായിട്ട്, ഓടിൻ്റെ മേലിലോ എവിടെ വേണമെങ്കിലും കയറുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ തയ്യാറായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഫലമാണ് മനോഹരമായ ആ ദൈവാലയം. നിശ്ചയമായിട്ടും ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടക്കാരൻ. ദൈവത്തിൻ്റെ മനോഹരമായ മുദ്രപ്പാടുകൾ തുടർന്നും ഏറ്റവും അനുഗ്രഹമായ ജൂബിലികൾ സെലിബ്രേറ്റ് ചെയ്യുവാൻ ബഹുമാനപ്പെട്ട ജിജി അച്ഛനെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണങ്കോട് അഞ്ചൽ ജെറുസലേം മാർത്തോമ ഇടവകയുടെ പേരുള്ള എല്ലാ ആശംസകളും പ്രിയ ജിജി അച്ഛൻ കുടുംബാംഗങ്ങൾക്കും ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയെ പ്രതികരിച്ച് ഒരു മൊമെൻറ്റോ ഇടവകയുടെ ട്രസ്റ്റി ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ സമർപ്പിക്കുന്നു. മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിന് വേണ്ടി ഹെഡ് മാസ്റ്റർ ബേബിക്കുട്ടി സാർ. ബഹുമാനപ്പെട്ട ഈപ്പൻ ചെറിയാനച്ഛൻ, ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തികളെ, ഇടവജനങ്ങളെ ഏവരും, കൊട്ടാരക്കര മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ സജീവമായിട്ടുള്ള നേതൃത്വത്തിൽ ശക്തമായ LACക്ക് നേതൃത്വം നൽകി കൊട്ടാരക്കര മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിനെ കൊല്ലം റവന്യൂ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാക്കി ഉയർത്തുകയും ഈ റവന്യൂ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+, 70 A+ കരസ്ഥമാക്കുവാനായിട്ട് കഴിയത്തക്ക രീതിയിൽ അച്ഛൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ ശക്തമായുള്ള ഇടപെടലും ശക്തമായുള്ള പ്രവർത്തന നേതൃത്വമാണ് സ്കൂളിനെ അത്തരത്തിലാക്കി തീർക്കുവാനായിട്ട് സാധിച്ചത്. സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് അച്ഛൻ കടന്നു വരുമ്പോൾ അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, കുഞ്ഞുങ്ങൾക്ക്, രക്ഷകർത്താക്കൾക്ക്, സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും ഒരു പ്രത്യേകമായുള്ള ഊർജം, ആ തലയെടുപ്പോട് കൂടിയ ആ ശരീരം, അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ആ ചിരിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ ബഹുമാനപ്പെട്ട ഈപ്പൻ ചെറിയാനച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്തുണ്ട് സാറേ വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുവാനായിട്ട് കഴിയത്തക്ക രീതിയിൽ ഓരോ സ്റ്റാഫിനെയും അടുത്തറിയുവാനായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അച്ഛൻ സാധിച്ചു. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവിധമായിട്ടുള്ള പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റേതായിട്ടുള്ള ശൈലിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഏവർക്കും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ആ കൗൺസിലിങ്ങിൻ്റെ രൂപത്തിലുള്ള ഉപദേശങ്ങളെ, അതോടൊപ്പം തന്നെ ആ പെരുമാറ്റം, രക്ഷാകർത്താക്കളുമായിട്ട് സംവദിക്കുമ്പോൾ കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഉപദേശം, അത്തരത്തിൽ LACയുടെ മീറ്റിങ്ങുകളെ ഏറ്റവും ശക്തമായി അച്ഛനെ നേതൃത്വം നൽകി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൻ്റെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളെ, അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനായിട്ട് അച്ഛൻ കാണിക്കുന്ന ശുഷ്കാന്തി, ആ നേതൃത്വം സ്കൂളിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 25 വർഷക്കാലം അച്ഛനെ നിയോഗിച്ച ഇടത്ത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ദൈവമുമ്പിൽ ഏറ്റവും താഴ്മയോടുകൂടി അനേകരെ ആകർഷിക്കുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ഉയർച്ചയിലേക്ക് നേടുവാനായിട്ട് അച്ഛൻ സാധിച്ചു. ഇനി ഇതുപോലെയുള്ള 50 വർഷത്തെയും 60 വർഷത്തെയും 70 വർഷത്തെയും 75 വർഷത്തെയും ഒക്കെ ജൂബിലികൾ ആഘോഷിക്കുവാനായിട്ട് വലിയവനായിട്ടുള്ള ദൈവം അച്ഛൻ അവസരം നൽകി. കുടുംബമായിട്ട് അച്ഛനെ എല്ലാവിധ രീതിയിലും പരിപാലിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കൊട്ടാരക്കര മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പേരിലെ ഒരു ഉപഹാരം അച്ഛനെ ഇപ്പം സമർപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛൻ സ്വീകരിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി അപ്പോൾ ശ്രീ KM വർഗീസ് അണക്കര പ്രതികരിച്ചു.
അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അച്ഛൻ, ജിനിയച്ചൻ, വേദിയിലുള്ള വിശിഷ്ടാതിഥികളിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞാനിപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ ഓരോരുത്തരുടെയും പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഏതാണ്ട് 1991 ജൂലൈ മാസം 1 ആ ദിവസങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചു. കാരണം അന്ന് ഏതാണ്ട് ജിജിയച്ചൻ ആദ്യമായിട്ട് ഞങ്ങൾ അണക്കര ഇടവയിലേക്ക് കടന്നു വരുന്ന ആ സമയം പ്രകൃതി തന്നെ ഒരു വികൃതിയായിരിക്കുന്ന ഒരു കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിലാണ്. കാരണം മഴയും മഞ്ഞും ഹൈറേഞ്ച് മേഖലയെ പറ്റി അറിയാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. മഞ്ഞും മഴയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അച്ഛന് ആ ചെറിയ ആ കാലം കൊണ്ട് ഞങ്ങളുടെ ഇടവഴിക്ക് ചെയ്യാവുന്ന സേവനത്തെപ്പറ്റി ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു പള്ളി പണിയാനുള്ള തറ കെട്ടിയിട്ടിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട അച്ഛന് കടന്നു വരുന്നത്. ഇടവേള ചുമതലയേറ്റ് അന്നും ഞാൻ ഇടവേളയുടെ ചുമതലക്കാരൻ തന്നെയാണ്. പക്ഷേ അച്ഛനോട് ചേർന്ന് ഞങ്ങൾക്ക് ആ ഒരു മനോഹരമായ ദേവാലയം തീർക്കുവാൻ ദൈവത്തമ്പുരാൻ ഉയർത്തുന്ന നൽകുന്ന കൃപകൾ അനുഭവിച്ച് ഞങ്ങൾക്കത് സാധിച്ചു. 3 വർഷം ഒരു ഇടവകയായിരിക്കും 3 വർഷം എന്നുള്ളത് ഞങ്ങൾ അഭിമന്യ തിരുമേനിയോട് അപേക്ഷിച്ചിട്ട് 1 വർഷം കൂടെ നീട്ടിക്കിട്ടി. അങ്ങനെ 1994 മനോഹരമായ ഒരു ദേവാലയം തീർത്തു തരുവാൻ ഇടവഴിക്ക് ജിജിയച്ചൻ മുഖാന്തരം സാധിച്ചു. അച്ഛൻ്റെ സേവനത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നും അച്ഛൻ്റെ ഏതൊരു കാര്യത്തിലും ഞങ്ങളുടെ ഇടവഴിയിൽ ഉണ്ടോ അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് വിവരം അറിയിച്ച് ഞങ്ങളുടെ ഓരോ ഭവനത്തിലും ഒരു മെമ്പർ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജിജിയച്ചൻ ഞങ്ങളോടൊത്ത് ഒരുമിച്ച് പ്രവർത്തിക്കും. അതുപോലെ അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം തൊട്ട് അച്ഛൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ളതാണ്. അച്ഛൻ്റെ അമ്മയും ഞാനും കൂടെ മെഡിക്കൽ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ കുറേ കൂടുതലും ബന്ധം അച്ഛൻ്റെ വിവാഹം നടക്കുന്ന സമയത്തും ഞാൻ അച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അച്ഛനോട് കൂടുതൽ കടപ്പാടുണ്ട്. അച്ഛന് എൻ്റെ ഒരു സ്വന്തം എന്ന് പറഞ്ഞാൽ ഒരു അനിയൻ്റെ മകൻ തന്നെ. അപ്പോൾ ആ ഒരു വിധത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് പെരുമാറാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ പ്രവർത്തിച്ച സമയത്ത് ഓരോ അച്ഛന് ഇടവക ജനങ്ങളൊന്നല്ല, പൊതുജനങ്ങൾക്ക് അച്ഛന് ജിജിയച്ഛന് എത്രമാത്രം താല്പര്യമാണെന്നുള്ളത് ഇന്നും ആ ജനങ്ങൾ എന്നോട് ചോദിക്കുന്നു. അച്ഛൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ചെറുപ്പക്കാരനായ അച്ഛൻ കടന്നു വന്നപ്പോൾ അവിടെ കിട്ടിയ ട്രെയിനിങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ ഓരോരുത്തരും പറഞ്ഞതിൻ്റെ സാരം എനിക്ക് മനസ്സിലാകുന്നത്. അന്ന് അച്ഛന് ശരിയായ ഒരു ട്രെയിനിങ്, കാരണം ഒരു ചെറുപ്പക്കാരനായ അച്ഛൻ വൈദികനായിട്ട് കടന്നു വന്നിട്ട് ആ പ്രതികൂല കാലാവസ്ഥയിൽ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവും ശക്തിയും ദൈവം കൊടുത്തു. അതിൻ്റെ ആ വളർച്ചയാണ് അച്ഛൻ ഇന്ന് ഇവിടെ ഓരോരുത്തരും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ സാരം. കാരണം അച്ഛൻ പ്രവർത്തിക്കാനുള്ള ആരോഗ്യമുണ്ട്, ബലമുണ്ട്, മനസ്സുണ്ട്. ആ ദൈവം ധാരാളമായ കഴിവുകൾ നൽകുന്നത് ഞാൻ കൂടുതലായി പറയുന്നില്ല. അച്ഛൻ്റെ പ്രവർത്തനം കൂടുതൽ ഈ ദേശത്തിന്, നമ്മുടെ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഇടവകയുടെ ചെറിയ ഉപകാരം അച്ഛനൊക്കെ 10:30 മണിയായി. അതുകൊണ്ട് ദയവായി ഇനിയുള്ളവർ വളരെ ചുരുക്കി പറയണം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഇപ്പോൾ റവറൻ ഫാദർ ബിജു സക്രിയാച്ചൻ ഒരുപാട് ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഈപ്പൻ ചെറിയാനച്ഛൻ, ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന റവറൻ ജിജി മാത്യൂസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരെ, അൽമായ പ്രമുഖരെ, കൊട്ടാരക്കര മാർത്തോമ ഇടവകയിലെ എല്ലാ അംഗങ്ങളുമേ,
വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛനും ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അച്ഛൻ ഈ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കാൻ വന്നതിന് കുറച്ചു കാലം മുൻപ് അച്ഛന് അഞ്ചലെടുത്ത് യെരുശലേം മാർത്തോമാ ഇടവകയിലെ വികാരിയായിട്ട് ഇരിക്കുമ്പോഴാണ് അച്ഛനുമായിട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇവിടുത്തെ വികാരിയായിട്ട് അദ്ദേഹം എത്തിച്ചേരുകയും അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം മാർത്തോമാ സഭയ്ക്ക് പുതിയൊരു ഭദ്രാസനം, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം എന്ന പേരിൽ ഒരു ഭദ്രാസനം രൂപീകൃതമാവുകയും ആ ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ ഭദ്രാസന സെക്രട്ടറി ആയിട്ട് കൊട്ടാരക്കര മാർത്തോമാ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ജിജി മാത്യൂസ് അച്ഛൻ ചുമതലയേൽക്കുകയും ചെയ്തതിന് ശേഷം മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ എക്യുമെനിക്കൽ രംഗത്തൊക്കെ അച്ഛൻ വളരെ താല്പര്യമെടുത്ത് നമ്മുടെ ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന കുർലോസ് തിരുമേനിയുടെ പിന്നിൽ നിന്ന് എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന ജിജി മാത്യൂസ് അച്ഛൻ മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റ് ഇതര സഭയിലുള്ള വൈദികൻ, ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ, ഈ ദേശത്ത് താമസിക്കുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയിലും ഒക്കെ എന്നോടും മറ്റ് സഭാവിഭാഗങ്ങളോടും ഒക്കെ കാണിക്കുന്ന ആദരവ്, സ്നേഹം, ആ കരുതൽ, അതിനെല്ലാം പ്രത്യേകം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ 4 നൂറ്റാണ്ട് പിന്നിടുന്ന ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛന് ഓർത്തഡോക്സ് സഭയുടെ പേരിലും ബലഹീനനായ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് പരിക്കരിക്കട്ടെ. ഇപ്പോൾ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഈപ്പൻ ജിറേനച്ചൻ, ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ തോമസ്, ശ്രീ മാർജിറ്റി, ഡേവിഡ് സാർ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ, കേരള സംസ്ഥാന മെറ്റൽസ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ബേബി വർഗീസ് കൊട്ടാരക്കര, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ജിജി അച്ഛൻ്റെ സ്നേഹിതരെ, ജിജി മാത്യൂസ് അച്ഛനുമായി കുറച്ച് നാളത്തെ സ്നേഹബന്ധം എനിക്കുണ്ട്. തീർച്ചയായും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഒരു സ്നേഹിതൻ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നിരവധി സ്നേഹിതർ നമ്മളോടൊപ്പം ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലർ മാത്രമേ എന്നും എപ്പോഴും കൂടെ ഉണ്ടാകാറുള്ളൂ. ഈ സമയത്ത് ഞാൻ ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ നിഴലും മനുഷ്യനുമായി ഒരു വാദപ്രതിവാദം നടന്നു. നിഴൽ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഒരു നിഴലായി നിന്നോടൊപ്പം ഉണ്ടാകും. ശരിയാണ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാവിലെ 10 മണിയായാലും 11 മണിക്കായാലും 11:59 നിഴൽ മനുഷ്യൻ്റെ ഒപ്പം ഉണ്ടാകും. എന്നാൽ 90 ഡിഗ്രിയിൽ സൂര്യൻ കൃത്യമായി മനുഷ്യൻ്റെ ഉച്ചിയിലടിച്ചു കഴിഞ്ഞാൽ നിഴൽ കാണാൻ പ്രയാസമാണ്, നിഴലുണ്ടാകത്തില്ല. എന്നാൽ ജിജി അച്ഛൻ അങ്ങനെയല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് പ്രയാസത്തിലും ഒരു സ്നേഹിതനാൽ എല്ലാവരുടെയും ആവശ്യത്തിൽ എപ്പോഴും 24 മണിക്കൂർ കൂടെയുള്ള ഒരു നല്ല പട്ടക്കാരൻ, നല്ല സ്നേഹിതനായി ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നു. എന്നെപ്പോലെ അദ്ദേഹത്തിൻ്റെ സ്നേഹവും നിർദ്ദേശവും അനുഭവിച്ചിട്ടുള്ള നിരവധിയായ ആൾക്കാർ മാർത്തോമാ സഭയിലും അതുപോലെ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള നിരവധി സ്ഥലങ്ങളിലും ഉണ്ട്. അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ വൈകിയ വേളയിൽ അധികമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ജിജി അച്ഛനും കൂടി സമൂഹത്തിനും സഭയ്ക്കും ലഭിച്ചിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഒരു പട്ടക്കാരൻ 25 വർഷം പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛൻ ഉൾക്കൊണ്ടിട്ടുള്ള ഊർജവും എല്ലാവിധമായ അഭിപ്രായങ്ങളും ഇരട്ടിയായി സമൂഹത്തിനും സഭയ്ക്കും
ദൈവനാമ മഹത്വത്തിനും അച്ഛൻ്റെ പ്രവർത്തനം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സുവിശേഷ പ്രസ്ഥാന സംഘത്തിൻ്റെ എല്ലാവിധ ആശംസകളും ബഹുമാനപ്പെട്ട തോമസ് മാർ ദിമോത്തിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ മാനേയം കമ്മിറ്റി കൂടി എല്ലാവിധമായ ആശംസകളും കഴിഞ്ഞ ആഴ്ച അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പരമാവധി ചെയ്യാതിരിക്കുന്നത്. ഫരീദാബാദിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ജോൺസ്. ബഹുമാനപ്പെട്ട ഈ പഞ്ചരിയാച്ചൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ജിജി മാത്യൂസ് അച്ഛൻ, കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മച്ചി, കടന്നു വന്ന ജനപ്രതിനിധികളെ, ദൈവജനം. ഫരീദാബാദ് എന്ന് പറയുമ്പോൾ അധികമാരും അറിയപ്പെടാത്ത ഒരു കൊച്ചു പ്രദേശമാണ്. 1994 മുതൽ 97 വരെയുള്ള കാലഘട്ടങ്ങളിൽ അച്ഛനോട് പ്രവർത്തിക്കുവാൻ, അച്ഛനോടൊപ്പം എനിക്കും പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. സമയം കുറച്ചുള്ളെങ്കിലും അത്യാവശ്യമായിട്ട് പരാമർശിക്കേണ്ട ചില കാര്യങ്ങളുള്ളതുകൊണ്ട് അല്പസമയം ഞാൻ എടുക്കും. ദയവായി ക്ഷമിക്കണമെന്ന്. ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ അതിൽ ലത്തീൻ ഭാഷയിൽ നിന്നുള്ള വിവർത്തനം വരുമ്പോൾ പാലം പണിയുന്നവൻ എന്നുള്ള അർത്ഥം. ഒരു പാലം പണിയുന്ന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ബന്ധങ്ങളില്ലാത്ത രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം. എളുപ്പമെന്ന് പറഞ്ഞാൽ മനുഷ്യരെയും ദൈവത്തെയും, മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള വലിയ ഒരു പ്രവർത്തനം അത്രയും പാലം പണിയുക എന്ന് പറയുന്നത്. ഇതെനിക്ക് എടുത്തു പറഞ്ഞാലേ പറ്റുള്ളൂ. അതിന് കാരണം മാർപ്പാപ്പ പറഞ്ഞു, ആടുകളുടെ ഗന്ധമുള്ള ഇടയനാണ് യഥാർത്ഥ ഇടയൻ. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ ആടുകളുടെ ഗന്ധം എപ്പോഴും ഇടയനുണ്ട്. ജനങ്ങളോട് എന്നും നിന്ന് ജനങ്ങളോട് ഒപ്പം ആയിരിക്കുന്ന ജനത്തിൻ്റെ മണമുള്ള ഒരു അച്ഛൻ. അനേക കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നു. മർത്തോമ സഭയുടെ രണ്ടാമത്തെ സെമിനാരി ഫരീദാബാദിൽ ഫജേപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അതൊരു കൊച്ചു ഗ്രാമമാണ്. അന്ന് ഐസക് മാർ പീലക്സിനോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഈ ഫജേപൂരിലെ കുറച്ച് സ്ഥലം കണ്ടുപിടിക്കുവാൻ നിയോഗം ലഭിച്ചത് നമ്മുടെ അച്ഛനാണ്. അവിടെ കടന്നു ചെല്ലുവാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടി പോകണം. ഗ്രാമത്തിലെ വേസ്റ്റ് വെള്ളവും മുഴുവൻ ഈ റോഡിലാണ് ഒലിച്ചിറങ്ങുന്നത്. ഈ റോഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്ത് വേണം ഈ സ്ഥലം കണ്ടുപിടിക്കുവാനായിട്ട്. വളരെയധികം കഷ്ടപ്പെട്ട് അച്ഛനോട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ജനങ്ങളെ സഹായിച്ചു. ഒരു 3.5 ഏക്കർ സ്ഥലം ആ സമയത്ത് നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ 3.5 ഏക്കർ ഒരാളുടെയും തന്നെ വാങ്ങുന്നത് പല കുടുംബത്തിൻ്റെയിലാണ്. ഈ കുടുംബത്തിനെല്ലാം യോജിപ്പിച്ച് കൊണ്ടുവരണം. രജിസ്ട്രേഷൻ സമയത്ത് ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകും. ആ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ അതിന് സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം 1.5 ഏക്കർ സ്ഥലം നമ്മളവിടെ വാങ്ങിച്ചു. ആ സമയത്ത് ഒരു 6 കുടുംബത്തിൻ്റെ കയ്യിലുള്ള സ്ഥലമാണ്. അത്രയും ആൾക്കാരെ ബന്ധിപ്പിച്ച് ഞാൻ പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ സമയത്ത് ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട്.
അങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി ഒരു 5 ഏക്കർ സ്ഥലം വാങ്ങിക്കാനായിട്ട് ദൈവം അവിടെ ഇടയാക്കി. ബഹുമാനപ്പെട്ട അച്ഛനെ കൂടി ദൈവം നിയോഗിച്ചു. അതിനുശേഷം അവിടെ വളരെയധികം ഗ്രാമത്തിൻ്റെ ഇടയിലാണ്. നമുക്കത് സെപ്പറേറ്റ് ചെയ്യണം. കാടി പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഈ കാട് വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്ത് അവിടെ ഒരു ബൗണ്ടറി നിർമ്മിക്കുവാനായിട്ട് അച്ഛൻ വളരെയധികം അവിടെ പ്രയത്നിച്ചു. ബൗണ്ടറി നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അനേകരുടെ സ്ഥലത്തൂടാണ് നമ്മൾ ബൗണ്ടറി ഉണ്ടാക്കുന്നത്. പ്രതികൂലമായ പല വിഷയങ്ങളുണ്ട്. അവിടേക്ക് അവിടെ ബൗണ്ടറി ഉണ്ടാക്കുവാനായിട്ട് അച്ഛൻ സാധിച്ചു. ഫിലിസ്തീനോസ് തിരുമേനി പറഞ്ഞു, ആ സ്ഥലം അവിടെ വെറുതെ അങ്ങനെ ഇട്ടാൽ പോരാ, കൃഷിയുടെ ചെയ്യണം. കൃഷിക്ക് വേണ്ടി കമ്മിറ്റിയിൽ അന്ന് അച്ഛനോടൊപ്പം സെക്രട്ടറി ഞാനായിരുന്നു. ഇടവ കമ്മിറ്റി കൊണ്ടുവന്നു. കൃഷി ചെയ്യാനായിട്ട് ഇടവയ്ക്ക് താല്പര്യം വരാഞ്ഞപ്പോൾ ഞങ്ങൾ 4-5 പേർ കൂടി അവിടെ കൃഷി ഇറക്കി. അതാ കൃഷി ഇറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലം കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ, അന്നത്തെ ചൂട്, ഏറ്റവും അധികം ചൂട് അനുഭവിക്കുന്ന സമയം, ഈ പ്രതികൂലങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മർത്തോമ സഭയുടെ കേരളത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള 2ാമത്തെ സെമിനാരി അവിടെ ആയിത്തീരുവാൻ തുടങ്ങണം. ദൈവം അച്ഛനെ നിയോഗിച്ചു. കഴിഞ്ഞ വർഷങ്ങളുടെ BTHൻ്റെയും BDയുടെയും വാച്ച് അവിടുന്ന് പുറത്തിറക്കാനായിട്ട് സാധിച്ചു. അന്നത്തെ പച്ചേപ്പോൾ എന്ന സ്ഥലങ്ങളിൽ റോഡുകളില്ലായിരുന്നു. ആ സ്ഥലം വികസിച്ചു. ഇന്ന് UP യിൽ നിന്നുള്ള ഹൈവേ അതിനടുത്തൂടെ പോകുകയാണ്. അവിടെ കത്തോലിക്കരുടെ വലിയൊരു മിഷൻ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഇതുകൂടി ആയപ്പോൾ ദൈവം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയായിട്ട് അത് വളരുവാൻ ദൈവം മനോഹരമായ ഒരു പ്രദേശം ആക്കി മാറ്റിയെടുത്തു. ആരാധനാ സ്ഥലം, ആരാധനാലയം ഒരു മനോഹരമായ ഷേപ്പിൽ നിർമ്മിക്കുവാനായിട്ട് അവിടെ ഭരണവാസികൾക്ക് സാധിച്ചു. രണ്ടാമത് ഒരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ടിബറ്റൻ ബോർഡർ ഞങ്ങളൊരു യാത്ര നടത്തി. അവിടെ ടിബറ്റൻ ബോർഡർ നമുക്കറിയാം UPയുടെ അങ്ങേറ്റ സ്ഥലമാണ്. അവിടെ പോകാനായിട്ട് ഞങ്ങൾ 2-3 പേർ കൂടിയാണ് തീരുമാനിച്ചത്. അവിടെ തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ കുറേ തയ്യൽ മിഷൻ കൊണ്ട് കൊടുക്കണം. ഞങ്ങൾ 2 പേരും അച്ഛനുമായിട്ട് ബസ്സിലാണ് യാത്ര. പകൽ ബസ്സിൽ യാത്ര ചെയ്ത് ദില്ലിയിലെത്തി. രാത്രി മുഴുവൻ അവിടുത്തെ ആൾക്കാർ സഞ്ചരിക്കുന്ന ബസ് എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായ ബസ്. അതിൽ ഞങ്ങൾ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ഞങ്ങൾ അവിടെ ഇരുന്നു. ബസ്സിൻ്റെ മേളിൽ 2-3 തയ്യൽ മിഷനുമുണ്ട്. ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് യാത്ര ചെയ്ത് അങ്ങനെ എളുപ്പമില്ല. അങ്ങനെ അവിടെ ആ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം ആ തയ്യൽ മിഷൻ കൊടുക്കുക മാത്രമല്ല, അതിനുശേഷം നമുക്കൊരു സ്കൂൾ സ്പോൺസർ ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെ പോയി VBS നടത്താനായിട്ട് സാധിച്ചു. 3 പ്രാവശ്യം ദൈവകാലം എനിക്ക് അവിടെ സന്ദർശിക്കുവാനും ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ ദൈവം സഹായിച്ചു. അനേക കാര്യങ്ങൾ ഓർക്കുന്നു. അച്ഛൻ്റെ കുടുംബത്തെ ഓർക്കുന്നു. അമ്മച്ചിയെ പ്രത്യേകിച്ച് ഓർക്കുന്നു. അമ്മച്ചി അവിടുത്തെ ഇടവയിൽ അന്ന് വന്ന് നടത്തിയ ദൈവവചന ശുശ്രൂഷ ഇന്നും എൻ്റെ മനസ്സിൽ പതിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആ ഭരിതവാദിൻ്റെ പ്രദേശങ്ങളിൽ ഗന്ധം സുഗന്ധം പരത്തുവാൻ, സൗരഭ്യം വീശുവാൻ ദൈവം അച്ഛനെ കൂടി ഇടയാക്കി. ദൈവകൃപയുടെ തമ്മിൽ നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ, വളരുവാൻ അച്ഛനെ ഇനി ഇവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭരിതവാദ ഓൾസൈസ് മാത്രമായിട്ട് നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള എല്ലാ നന്ദിയും ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ വരട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ഈ മീറ്റിംഗ് അവസാനിക്കും. അതുകൊണ്ട് ദയവായി എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഇപ്പോൾ സഭാ കൗൺസിലിനെ പ്രതികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് പൊന്നച്ചൻ സാറിൻ്റെ പ്രസംഗം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, മദ്രാസ് സെക്രട്ടറി അച്ഛൻ, ജൂബിലേറിയൻ ജിജി മാത്യൂസ് അച്ഛൻ, അഭിനന്ദിയ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ബഹുമാനായ ജിജി മാത്യൂസ് അച്ഛൻ പട്ടശുശ്രൂഷയായിട്ട് ശേഷം 25 വർഷം ഇന്ന് പൂർത്തിയാക്കുകയാണ്.
1991 ജൂൺ മാസം 18-ാം തീയതി കശീശ പദവി ഏറ്റെടുത്ത് 25 വർഷക്കാലം സഭയ്ക്കും സമൂഹത്തിനും സുസ്ഥിരമായ സേവനവും നേതൃത്വവും കൊടുത്ത് മുന്നോട്ട് പോകുന്ന അച്ഛനെ സംബന്ധിച്ചോളം ഈ അച്ഛൻ്റെ രജത ജൂബിലി ആഘോഷിക്കുവാനുള്ള ഭാഗ്യം കൊട്ടാരക്കര ഇടവകയ്ക്കാണ് ലഭിച്ചത് എന്നുള്ളത് നമ്മുടെ സന്തോഷം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛനെ സംബന്ധിച്ചോളം അച്ഛൻ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെയായി നിരവധി ഇടവകളിൽ സഭയ്ക്കും ഇടവകൾക്കും ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിടവൂർ ആശുപത്രി ഡയറക്ടറുള്ളവരേക്കും അഞ്ചൽ, കോട്ടയം, കൊച്ചി, ബോംബെ, തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, കൊല്ലൂർ ഭദ്രാസന കൗൺസിൽ അംഗം എന്നുള്ളതിലേക്കുമൊക്കെ അച്ഛൻ സുസ്ഥിരമായ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. അച്ഛനെ സംബന്ധിച്ചോളം നമ്മുടെ കൊട്ടാരക്കര, കൊല്ലൂർ ഭദ്രാസനം ആരംഭിച്ച സമയത്ത് നിരവധി വൈദികർ നമ്മുടെ ഈ ഭദ്രാസനമുണ്ടെങ്കിലും നേതൃപരമായി വളരെയേറെ പ്രാപ്തിയും കഴിവുള്ള ബഹുമാനായ ജിജി മാത്യൂസ് അച്ഛനെയാണ് ഇതിൻ്റെ പ്രഥമ ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം അഭിമാനത്തോടെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ വേണ്ടുന്ന എല്ലാ ആലോചനകളും അടിസ്ഥാനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അച്ഛൻ്റെ വിലപ്പെട്ട സംഭാവനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അച്ഛനെ സംബന്ധിച്ചോളം ഈ ഇടവകയെ കഴിഞ്ഞ 3 വർഷക്കാലമായി വളരെ ശക്തമായ നേതൃത്വം, ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇടവക മിഷനായിരുന്നാലും, സൺഡേ സ്കൂൾ ആയിരുന്നാലും, യൂത്ത് ലീഗ് ആയിരുന്നാലും, ഗായക സംഘമായിരുന്നാലും, ഇതിൻ്റെയൊക്കെ പ്രസിഡന്റ് എന്നുള്ളതിലേക്ക്, അതിലെ ഓരോ അംഗങ്ങൾ എന്നുള്ളതിലേക്ക്, വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥി, യുവജനങ്ങൾക്ക് യുവജനം, ഇടവക മിഷൻ അംഗം മിഷൻ അംഗം എന്നുള്ള നിലയ്ക്ക് ഈ ഇടവകത്തെ പോലെ അതിലൊക്കെ ആത്മാർത്ഥമായി ശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ജിജി അച്ഛനെ നമുക്ക് എപ്പോഴും എല്ലാവിധമായ ഭാവങ്ങളും അച്ഛൻ നേരിടും. സഭയുടെ ഉന്നതങ്ങളിൽ, ഉന്നത സ്ഥാനങ്ങളിൽ മുന്നോട്ട് വരുവാനും സഭയിൽ ശക്തമായി നേതൃത്വം കൊണ്ടുപോകാനും അച്ഛന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഇടവകയുടെ എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ശ്രീമതി സൂസൻ ജോർജ്. യോഗത്തിന്റെ അധ്യക്ഷത നിർവഹിച്ചിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ചെറിയാനച്ഛൻ, പട്ടത്ത രജത ജൂബിലി ആഘോഷിക്കുന്ന ജിജി മാത്യൂസ് അച്ഛൻ, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് അച്ഛനെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളട്ടെ. ഈ അടുത്ത സമയത്ത് കൊട്ടാരക്കര പള്ളിയിലെ ഞായറാഴ്ചത്തെ ആരാധനയെ സംബന്ധിച്ച് ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ ആരാധനയിൽ വന്ന് പങ്കെടുത്തത് എനിക്ക് അത്യധികം ആത്മീയമായ ഒരു പ്രചോദനം അനുഭവപ്പെട്ടു. നല്ല അടുക്കും ചിട്ടയുമുള്ള ആരാധനാക്രമത്തിലെ പാട്ടുകൾ, മുൻപ് നമ്മുടെ സഭാ സെക്രട്ടറി പറഞ്ഞതുപോലെ ശബ്ദ ഗാംഭീര്യമുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തി. അത് കേട്ടപ്പോൾ അത്യധികം സന്തോഷം തോന്നി. അത് അനുഭവിച്ചറിയാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷ എല്ലാ സംഘടനകൾക്കും വളരെയധികം പ്രയോജനം തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിനെ കാരണം അച്ഛൻ്റെ കുടുംബം ആണെന്ന് പറയാതിരിക്കാൻ തരമില്ല. പ്രിയമുള്ള ബിന്ദു കൊച്ചമ്മ സേവ്യാസംഘത്തിനായാലും അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ സേവ്യാസംഘം നടത്തുന്നതിന് നല്ല ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സൺഡേ സ്കൂളിൻ്റെ കാര്യവും ഭദ്രാസന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മാത്യൂസ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സഭയിൽ തന്നെ നല്ലൊരു റിസോഴ്സ് പേഴ്സണായിട്ട് കൊച്ചമ്മ സേവനാന്വേഷിക്കുന്നു. മറ്റ് സെൻ്ററുകളിൽ പോയി മോഡൽ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ അത് അത്യധികം സന്തോഷത്തോടെ പോയി അത് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ആയതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കൊച്ചമ്മയുടെ സാന്നിധ്യത്തിൽ ചെറുകുന്നിൽ നടക്കുന്ന പേപ്പർ വാല്യുവേഷൻ സമയത്ത് ഈ 3 വർഷവും ഞങ്ങൾക്ക് പോയി ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ നിന്ന് പോയി ആ പേപ്പർ വാല്യുവേഷനിൽ പങ്കെടുക്കുന്നതിനും അവിടെ ജോലി പൂർത്തീകരിച്ച് തിരിച്ച് സന്തോഷത്തോടെ മടങ്ങി വരുന്നതിന് സാധിക്കുന്നു. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ അവർ 3 പേരും
യുവനസഖ്യത്തിനും അതുപോലെ തന്നെ സൺഡേ സ്കൂളിന് ഒരു മുതൽക്കെട്ടാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇവൻ പരീക്ഷാ സമയത്ത് പോലും സൺഡേ സ്കൂളിൻ്റെതായ കുഞ്ഞുങ്ങളെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് പ്രോഗ്രാം പഠിപ്പിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ നോ എന്നൊരു ആൻസർ അവരുടെ ലഭിച്ചിട്ടില്ല. സന്തോഷത്തോടെ അത് ചെയ്ത് വിജയം കരസ്ഥമാക്കി ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ അഭിമാനം, ഞങ്ങളുടെ ഇടവകയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ കുഞ്ഞുങ്ങളും അത് ആക്റ്റീവ് ആകുന്നു. ഇതിനൊക്കെ കാരണം അച്ഛന് കൊടുത്ത നല്ലൊരു ബേസാണ്. അച്ഛൻ്റെ സൺഡേ സ്കൂള്, അച്ഛൻ്റെ വിദ്യാഭ്യാസ സമയത്ത് പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും അധ്യാപികയായ മാതാവ് മറ്റു കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുന്നതോടൊപ്പം തൻ്റെ മകനെയും നല്ല വഴിക്ക് നടത്തിയതിൻ്റെ ഫലമായി നല്ലൊരു പട്ടക്കാരനായിട്ട് മർത്തമ സഭയിലെ സമൂഹത്തിൽ ഞങ്ങൾ കൊട്ടാരക്കര ഇടവയ്ക്കും അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അച്ഛൻ വന്നിട്ട് 3 വർഷമായി. എന്നിട്ട് ചില ഒന്നാമത്തെ എന്നുള്ള പദവിയിലേക്ക് അച്ഛൻ്റെ സ്ഥാനങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയാൻ സന്തോഷമുണ്ട്. ഒന്നാമത്തെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സെക്രട്ടറി. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരയുടെ ഇടവകയുടെ ചരിത്രത്തിൻ്റെ ഇടപാടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പട്ടത്തെ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട വികാരി എന്നുള്ളത് അച്ഛൻ്റെ പേരായിരിക്കും വരുന്നത് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അച്ഛൻ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ എല്ലാ സംഘടനകളുടെയും ആശംസകൾ ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. മദ്രാസന കൗൺസിലിനെ പ്രതികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ശ്യാം ജയ്സ. യോഗത്തിൻ്റെ അധ്യക്ഷൻ മദ്രാസന സെക്രട്ടറി ഈപ്പൻ ചെറിയാച്ചൻ, ജൂബിലിയേറിയനായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഇടവകാരി ജിജി മാത്യൂസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യ വൈദികരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദര സഹോദരങ്ങളെ, കേവലം ഞാൻ 1.5 മിനിറ്റ് എടുക്കത്തുള്ളൂ. 1 മിനിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. കേവലം മന്ത്രോച്ചാരണം ചെയ്യുന്ന ഒരു പൂജാരി അല്ല സഭയിലെ പട്ടക്കാരൻ എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിനുശേഷം വന്ന യേശുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ പിന്തുടർച്ചയാണ് പട്ടത്ത ശുശ്രൂഷ. എല്ലാ ആൾക്കാർക്കും ബാക്കി എല്ലാ കൂദാശകളും നമുക്ക് അനുഭവവേദ്യമാണെങ്കിൽ പട്ടത്ത ശുശ്രൂഷ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. അതിൽ 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടെ നമ്മൾ ഇരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് അച്ഛനുള്ളത്. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സാധാരണ ഒരു മനുഷ്യന് വേണ്ട വലിയൊരു ഗുണം അച്ഛനുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി കൂടി കഴിഞ്ഞാലും നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭാവം അതേ നിമിഷം തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രയോഗിക്കുന്നൊരു ആളാണ് അച്ഛൻ. പിന്നീട് അച്ഛനെ കാണുമ്പോൾ നമുക്ക് അതില്ല. പിന്നെ കാണുമ്പം വീണ്ടും അച്ഛൻ ആ ടെൻഷൻ മാറ്റിയിട്ട് വീണ്ടും സംസാരിക്കുന്നത്, മനസ്സിൽ വെക്കാത്ത അന്നേരം തന്നെ വികാരപ്രകടനം ചെയ്യുന്ന ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് അച്ഛനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ പള്ളിയിലൊക്കെ തക്സയൊക്കെ ശുശ്രൂഷ വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. എല്ലാ അൽമായരും ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ എപ്പോഴും ഇത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാറുണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം, പ്രസംഗിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥം ഇതാണ് ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനാണ് അച്ഛൻ. പിന്നീട് നല്ലൊരു സംഘാടകനാണ് അച്ഛൻ. അതറിയാം, സുസ്മീച്ചറൊക്കെ പറഞ്ഞു. കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ ആദ്യ സെക്രട്ടറിയുമാണ് അച്ഛൻ. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവയ്ക്ക് അഭിമാനമാണ്. ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ സഭയുടെ അടിസ്ഥാന ഗ്രന്ഥമായ സഭാ ഭരണഘടനയുണ്ട്. സഭാ ഭരണഘടന പറയുന്നത് പ്രീസ്റ്റ് ഈസ് ടു ഫ്ലോക്ക് ദ ഷെപ്പേർഡ് എന്നാണ്. ആ ഒരു ദൗത്യമാണ് സഭ പുരോഹിതനെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യ നിറവിൽ തൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ദൈവം തമ്പുരാൻ അച്ഛനെ സഹായിക്കട്ടെ. ഇടവയുടെ എല്ലാ ഭാവങ്ങളും ഭദ്രാസന കൗൺസിലിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള എല്ലാ ഭാവങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ അഖിൽ ബി അലക്സ്. ജൂൺ മാസം 18-ാം തീയതി കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ നടന്ന
ഒരു പരിശുദ്ധ പട്ടംകുട ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ അത്തനാശിയൂസ് സഫ്രഗൻ മെത്രാപോലിത്തയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിരുന്ന ഷമ്മാശന്മാരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധ പട്ടംകുട ശുശ്രൂഷയുടെ അവസാനത്തെ ഭാഗമായ മകനെ ദൈവിക ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ റൂഹ നിന്നെ വിളിക്കുന്നു, ദി ഹോളി സ്പിരിറ്റ് ഈസ് കോളിംഗ് യു. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ പ്രഭാതം. ദൈവിക ശുശ്രൂഷയുടെ 25 വർഷങ്ങൾ. അഭിവന്യ ഡോക്ടർ യാക്കി മാർ കൂർലോസ് തിരുമേനി, ബഹുമാന്യരായ മുനിസിപ്പൽ കൗൺസിലർ മെമ്പർമാരെ, കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസന ഭാരവാഹികളെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛ, കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുവേശുവിൻ സ്നേഹ വന്ദനം. കൊട്ടാരക്കര മാർത്തോമാ ഇടവകയിലെ യുവജന സംഘത്തിന്റെ പേരിൽ പട്ടത്ത് ശുശ്രൂഷയിൽ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ ഇടവകയിലെ 25ാമത്തെ വികാരിയായ ജിജി മാത്യൂസ് അച്ഛന് ആശംസ അർപ്പിക്കുക എന്നതാണ് ഇന്നത്തെ എന്റെ കർത്തവ്യം. കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിന്റെ ആദ്യ ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന ജിജി മാത്യൂസ് അച്ഛന്റെ പട്ടത്വത്തിന്റെ 25ാമത്തെ വാർഷികം നമ്മുടെ ഈ ദേവാലയത്തിൽ വെച്ച് ആഘോഷിക്കുന്നത് അപൂർവമായി നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ്. അച്ഛൻ ഇപ്പോൾ യുവജന സംഘത്തിന്റെ കൊട്ടാരക്കര വെസ്റ്റ് സെന്ററിന്റെ പ്രസിഡന്റായി സേവനം ചെയ്യുന്നു. ഇടവക തലത്തിൽ യുവജന സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് കരോൾ, റൗണ്ട് സിംഗിങ്, മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ അതിന് തക്കതായ രീതിയിൽ ഫണ്ട് കണ്ടെത്തുവാനും യുവജന സംഘത്തിന്റെ ഒരു സജീവ പ്രവർത്തകൻ എന്ന വണ്ണം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നയിക്കുകയും പിന്താങ്ങുകയും ഓരോ കാര്യങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛന് ഇനി വരും കാലങ്ങളിൽ ഒരുപാട് ദൂരം സഞ്ചരിപ്പാനും ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിപ്പിക്കുവാനും തക്കവണ്ണം സർവശക്തനായ ദൈവം തമ്പുരാൻ അച്ഛനെ ആശീർവദിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് കൊട്ടാരക്കര മാർത്തോമാ ഇടവകയിലെ യുവജന സംഘത്തിന്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും അച്ഛന് ഈ സമയത്ത് ഞാൻ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. താന്നിമൂട്ടിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് റാന്നി ശ്രീ സണ്ണി. ബഹുമാനപ്പെട്ട വൈദ്യജേഷ്ഠന് ഈ പള്ളിയിൽ വന്നുകൂടിയിരിക്കുന്ന ഇവരിനെ അച്ഛൻ്റെ ഫാമിലിയായ താന്നിമൂട്ടിൽ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. അച്ഛനല്ലായിരുന്നെങ്കിൽ എന്തുമായി തീരുമായിരുന്നേനെ എന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അച്ഛൻ മാർത്തോമാ സഭയ്ക്ക് ഏറ്റവും പ്രബുദ്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ റാന്നിക്കൊരു നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ തീരുമാനം. റാന്നിയിൽ അച്ഛനല്ലായിരുന്നെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയ നേതാവായി മാറിയാലും അതാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ മുന്നോട്ട് വന്നതും അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണല്ലോ. അച്ഛൻ ഇത്ര പ്രബുദ്ധനായി മാറാൻ കാരണം അച്ഛൻ്റെ മാതാപിതാക്കളാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും കുടുംബം ഏറ്റവും അടുത്ത് താമസിക്കുന്ന 2 കുടുംബങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ തൻ്റെ ചെറുപ്പത്തിൽ എങ്ങോട്ട് മാറിയാലും അച്ഛനെ ശ്രദ്ധിക്കുവാൻ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അത് ഈ വലിയ നാളിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസയും നേരുന്നു. ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് അച്ഛൻ്റെ അങ്കിൾ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് അച്ഛൻ. ബഹുമാനപ്പെട്ട ജിജി മാത്യു അച്ഛന് എൻ്റെ അനന്തരവനാണ്. ഞാൻ അച്ഛൻ്റെ അമ്മാച്ചനാണ്. അമ്മാച്ചൻ അനന്തരവൻ ആശംസ അർപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പ്രസക്തമായ ഒരു സംഗതിയല്ല. എങ്കിലും വളരെ അന്തസ്സോടുകൂടെ ഇതുവരെ ഇരുന്നിട്ടുള്ള എല്ലാ ഇടവകകളിലും തൻ്റെ വ്യക്തിത്വം വിളിച്ചറിയിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ
ഞാൻ പട്ടമേറ്റ, അതായത് ഷെമ്മാശനായിട്ട് തിരുവല്ലായിൽ നിന്ന് പട്ടമേറ്റ് റാന്നിയിൽ വന്ന് ഞങ്ങളുടെ ആ ജംഗ്ഷനിലൊരു കാറിൽ വന്ന് ഇറങ്ങി. അങ്ങനെ കാറിൽ വന്ന് ഇറങ്ങിയ ഉടനെ അതിന് തൊട്ടടുത്തൊരു മാടക്കടയുണ്ട്. ആ മാടക്കടയിൽ ഒരു ഞങ്ങളുടെ റാന്നിയിലെ പ്രസിദ്ധനായ ഒരു റൗഡി അവിടെ ഇരിക്കുക, ഒരു കേടി, ഒരു റൗഡി അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ ഈ കാറിൽ നിന്ന് വന്നുകൊണ്ട് ഇറങ്ങുകയും ഇദ്ദേഹം ഇരുന്നിടത്തോട് ചാടി എണീറ്റ് ഇദ്ദേഹത്തിന്റെ തലയെക്കെട്ട് അഴിച്ചു. അദ്ദേഹത്തെ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇന്ന് ഞാൻ കുപ്പായ വിട്ട് വന്നുടനെ ഇദ്ദേഹം തലയെക്കെട്ടഴിച്ച് ചാടി എണീക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അന്തം വിട്ടുപോയി. ഞാൻ പറഞ്ഞു, കൊള്ളാമല്ലോ ഈ കുപ്പായം. ഈ കുപ്പായം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് റൗഡി തലയെക്കെട്ടഴിച്ചു. ഈ കുപ്പായത്തിനൊരു വിലയുണ്ട് എന്നുള്ളത് അന്നേരത്തെ എനിക്ക് മനസ്സിലായത്. ഏതാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. അപ്പം ബസ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് വന്നിട്ട് ആ ബസ്സിൽ ഒരു ചെറിയ ബഹളം കേട്ടു. ബഹളം കേട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ ആ ബസ്സിൽ നിന്ന് ഒരച്ഛനെ തള്ളി താഴോട്ട് ഇറക്കുക. അപ്പൊ ബസ്സിന്റെ കണ്ടക്ടർ അകത്തിരുന്ന അച്ഛനെ തള്ളുക, വെളിയിലിരുന്ന ആ ക്ലീനർ അച്ഛന്റെ കുപ്പായത്തെ പിടിച്ച് വലിച്ചിട്ട് പറയും, എൻ്റെ അച്ഛ ആരെങ്കിലും ഒന്ന് കയറിയിട്ട് അച്ഛൻ കയറിയാൽ മതി, ഇങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞ് ബസ് ഇത് പിടിച്ചിറക്കി. ഈ അച്ഛന്മാര് ശകനം മുടക്കികളാണ്. അപ്പൊ അവർക്ക് ആദ്യം ബസ്സിൽ കയറിയാൽ അന്ന് കണക്ഷൻ കിട്ടത്തില്ല. പിന്നെ അവർക്ക് അതുകൊണ്ടാണ് ഈ ബസ്സിന്റെ കണ്ടക്ടറും ക്ലീനറും കൂടെ കൂടി അച്ഛന്റെ കുപ്പായത്തെ പിടിച്ച് വലിക്കുക, ഇങ്ങോട്ട് ഇറങ്ങി അച്ഛൻ, ഇങ്ങോട്ട് ഇറങ്ങി, ആരെങ്കിലും ഒന്ന് കയറിയിട്ട് അച്ഛൻ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കുപ്പായത്തിന് ഒരു വിലയില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ കുപ്പായം റൗഡിയുടെ കെട്ടഴിക്കാൻ പര്യാപ്തമായതാണ്. ഇപ്പൊ മനസ്സിലായി ഈ കുപ്പായത്തിന് ഒരു വിലയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുപ്പായത്തിനല്ല വില, അതിനുള്ളിലുള്ള വ്യക്തിത്വത്തിനാണ്, അതിനുള്ളിലുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ആ വ്യക്തിത്വത്തിന് വില ഉണ്ടാകുന്നത്. അതുമൂലം കുപ്പായത്തിന് വില ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ജിജി മാത്യു അച്ഛന് ഇരുന്ന ഇടവകകളിലെല്ലാം അന്തസ്സോടുകൂടെ ഇരിപ്പാനായിട്ട് സാധിച്ചു. അച്ഛൻ ധരിക്കുന്ന കുപ്പായത്തിന്റെ വില അച്ഛൻ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. അത് ഓർത്ത് അമ്മാച്ചൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ഇപ്പോൾ ശ്രീ മെനു ജോണിൻ്റെ ഒരു സോളോ. ഹൃദയ കന്യകേ പോരുക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ. കണ്ണുകളാലെ അന്വേഷിച്ചു നീളെ. കണ്ണുകളാലെ അന്വേഷിക്കൂ നീളെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ
കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവറിയിൽ പൂതൂരേ, കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവറിയിൽ പൂതൂരേ. നിന്നാത്മാവിൽ ഉയർത്തെണീക്കും കണ്ണീരൊപ്പും നാഥൻ, നിന്നാത്മാവിൽ ഉയർത്തെണീക്കും കണ്ണീരൊപ്പും നാഥൻ. ഹൃദയ കന്യകെ പോരുകനി ഈ അനന്തനാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഹൃദയ കന്യകെ പോരുകനി ഈ അനന്തനാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഹൃദയ കന്യകെ പോരുകനി. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ജിജി മാത്യൂസ് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായി അടുത്തിടെ നിയുക്തനായ കെ ഷാജി സ്നേഹത്തിന്റെ മാതാപിതാക്കളെ, മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തേശു സ്നേഹമാണ്. 2 മണിക്കൂർ നീണ്ടുനിന്ന ഈ ചടങ്ങിന്റെ പരിസമാപ്തി